ലോകകപ്പ് പോരാട്ടം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്തയുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ ആധികാരിക വിജയം നേടിയതോടെ ഇന്ത്യ തങ്ങളുടെ സെമി ഫൈനൽ പ്രതീക്ഷകൾ സജീവമാക്കിയിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റ പരാജയത്തിന് ശേഷം ടീം ഇന്ത്യക്ക് മേൽ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും ഈ വിജയത്തോടെ തൽക്കാലം അറുതിയായിരിക്കുകയുമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വലിയൊരു ആശങ്ക തന്നെ നിലനിന്നിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തോറ്റതോടെ സിംബാബ്വേക്കെതിരെയും നമുക്ക് കാലിടറുമോ എന്നതായിരുന്നു പലരുടെയും ചോദ്യം. എന്നാൽ ശ്രീലങ്കയിലെ സാഹചര്യങ്ങളിൽ സിംബാബ്വേയേക്കാൾ ബഹുദൂരം മുന്നിലാണ് തങ്ങളെന്ന് ടീം ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. ഒരു മത്സരത്തിലെ പരാജയം കൊണ്ട് മാത്രം ഒരു ടീമിന് വിലയിരുത്താൻ സാധിക്കില്ലെന്നും ഏത് വെല്ലുവിളിയെയും നേരിടാൻ പ്രാപ്തിയുള്ള 15 താരങ്ങൾ അടങ്ങിയ ശക്തമായ നിരയാണ് ഇന്ത്യയുടേതും ഈ വിജയം അടിവരയിടുന്നു. ടോസ് നേടിയ സിംബാബ്വെ ഒരിക്കൽ കൂടി വെസ്റ്റ് ഇൻഡീസിനെതിരെ കാണിച്ച അതേ പിഴവ് ആവർത്തിക്കുന്നതാണ് കണ്ടത്. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന്റെ കരുത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ എടുത്ത തീരുമാനങ്ങൾ അവർക്ക് തന്നെ വിനയായിപ്പോയി. പവർ പ്ലേ ഓവറുകളിൽ സ്പിന്നർമാരെ ഉപയോഗിക്കാതിരുന്നതും ഡിഫൻസീവായ ഫീൽഡ് സെറ്റിംഗും ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമായി. സിക്കന്ദർ റാസിയെ പോലുള്ള മികച്ച സ്പിന്നറെ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മത്സരത്തിന്റെ ഗതി മാറുമായിരുന്നു. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഏറ്റവും നിർണായകമായത് ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റങ്ങളാണ്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യാനെത്തിയത് ടീമിന് പുതിയൊരു ഊർജം നൽകി. സഞ്ജുവിന്റെ 24 റൺസ് ഒരുപക്ഷെ ചെറിയ സ്കോറായി തോന്നാം, എന്നാൽ മത്സരത്തിന് ആവേശമായ ആ ഒരു സ്പാർക്ക് നൽകിയത് അദ്ദേഹമാണ്. ഒരു ടർബോ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ ആ സ്പാർക്ക് പ്ലഗ് ആയി സഞ്ജു മാറി. അദ്ദേഹത്തിന്റെ ആ അഗ്രസീവ് സ്റ്റാർട്ട് മറ്റ് ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സാഹചര്യമൊരുക്കി. യുവതാരം അഭിഷേക് ശർമ്മ തന്റെ ബാറ്റിംഗിൽ വരുത്തിയ മാറ്റങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ആദ്യ പന്ത് മുതൽ അടിച്ചു തകർക്കുന്ന തന്റെ പതിവ് ശൈലിയിൽ നിന്നും മാറി സാഹചര്യത്തിനനുസരിച്ച് പക്വതയോടെ കളിക്കാൻ അദ്ദേഹവും തയ്യാറായി. സിംഗിളുകൾ എടുക്കുന്നതിന്റെ പ്രാധാന്യവും മോശം പന്തുകളെ മാത്രം തിരിഞ്ഞു പിടിച്ചടിക്കുന്നതിലെ കൃത്യതയും അദ്ദേഹം ഈ മത്സരത്തിൽ കാണിച്ചു തന്നു. 183 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം പുറത്തെടുത്ത പ്രകടനം വരും മത്സരങ്ങളിൽ ഇന്ത്യക്ക് വലിയ കരുത്താകും. മത്സരത്തിലെ താരം ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു. 23 പന്തിൽ 50 റൺസ് നേടി അദ്ദേഹം ഇന്ത്യയുടെ സ്കോർ നില ഉയർത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിനേക്കാൾ അത്ഭുതപ്പെടുത്തിയത് മത്സരത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സമീപനമാണ്. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം വാങ്ങി ആഘോഷിക്കുന്നതിന് പകരം നേരെ പ്രാക്ടീസ് പിച്ചിലേക്ക് പോയി തന്റെ യോർക്കറുകൾ പരിശീലിപ്പിക്കാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. ഒരു ചാമ്പ്യൻ താരത്തിന്റെ ലക്ഷണമാണത്. വരാനിരിക്കുന്ന വലിയ മത്സരങ്ങൾക്കായി അദ്ദേഹം എത്രത്തോളം തയ്യാറെടുക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. വിജയിച്ചെങ്കിലും ബൗളിംഗിൽ ഇന്ത്യക്ക് ചില ആശങ്കകൾ ബാക്കിയുണ്ട്. സിംബാബ്വെ പോലെ ഒരു ടീമിനെതിരെ 100 റൺസിന് മുകളിലുള്ള വിജയം ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും അത് സാധ്യമായില്ല. വിക്കറ്റുകൾ വീഴ്ത്തുന്നതിൽ ബൗളർമാർ വിജയിച്ചെങ്കിലും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കാൻ സാധിച്ചുമില്ല. പ്രത്യേകിച്ച് ശിവം ദുബെയുടെ ബൗളിംഗ് പരീക്ഷണങ്ങൾ പാളിപ്പോകുന്നതും നാം കണ്ടതാണ്. വെസ്റ്റ് ഇൻഡീസിനെ പോലൊരു ടീമിനെതിരെ ഈ പിഴവുകൾ ആവർത്തിച്ചാൽ അത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയായി മാറും. സിംബാബ്വേക്കെതിരെ ഈ വിജയം ഇന്ത്യക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ടീമിനുള്ളിൽ വന്നിരിക്കുന്നു എന്നതാണ്. ഇനി വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരമാണ് മുന്നിലുള്ളത്. അതിൽ വിജയിച്ചാൽ മാത്രമേ സെമി ഫൈനൽ ഉറപ്പിക്കാൻ സാധിക്കൂ. ഈ മത്സരത്തിൽ കാണിച്ച അതേ പോരാട്ട വീര്യം ആവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.